മക്കളെ, നമ്മുടെ അടുത്ത ചാപ്റ്റർ ന്യൂ നമ്പേഴ്സ് അല്ലെങ്കിൽ പുതിയ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മൾ സാധാരണ നമ്പേഴ്സിനെ പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് ഒക്കെ നമുക്കുണ്ട്. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, അതുപോലെ ഇൻറ്റിജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ട് സംഖ്യകളെ പറ്റി നമുക്ക് ഐഡിയാസ് ഉണ്ട്. അപ്പം ഈ ന്യൂ നമ്പേഴ്സ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ചില കേസുകളിലൊക്കെ √2, √3 ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ വാല്യൂ നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ഉണ്ട്, ഒരു ഏകദേശ വാല്യൂ, അതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ഉപയോഗിച്ചാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മളുടെ √2ഉം √3യും നമ്മളെപ്പോഴും ഉപയോഗിക്കാറുള്ള രണ്ട് നമ്പറുകളാണ്. നമ്മുടെ എല്ലാ കാൽക്കുലേഷനിലും √2, √3 വരാറുണ്ട്. √2 എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ 1.414 എന്നാണ് പറയുന്നത്. പക്ഷെ ആക്ച്വലി ഇത് 1.414 നിൽക്കുന്നില്ല. ഇത് 1.41421 എക്സെട്ര ഇതിങ്ങനെ അങ്ങോട്ട് അപ്രോക്സിമേറ്റ് ആയിട്ട് നീണ്ടു പോവുക. അതുപോലെ √3യെ നമ്മൾ 1.732 എന്നാണ് കൂടുതൽ സ്ഥലത്ത് നമ്മൾ അതിൻ്റെ വാല്യൂ ഉപയോഗിക്കുന്നത്. ചില സ്ഥലത്ത് നമ്മൾ 1.73 എന്ന് മാത്രം പറയും, അപ്രോക്സിമേറ്റ് ആയിട്ട് 1.73 എന്ന് മാത്രം പറയും. പക്ഷെ അതിൻ്റെ ആക്ച്വൽ വാല്യൂ 1.73205 എക്സെട്ര ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം മക്കൾ അതൊക്കെ ഇത് നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് √2 എന്നൊരു വാല്യൂ കിട്ടിയാൽ 1.414 എന്ന് പറയാറുണ്ട്. പക്ഷെ ചില കേസിൽ 1.41 എന്നേ പറയാറുള്ളൂ. അതുപോലെ √3യെ നമ്മൾ 1.732 എന്ന് പറയാറുണ്ട്. പക്ഷെ ചില കേസിൽ 1.73 എന്നേ പറയാറുള്ളൂ. അതൊക്കെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂസ് ആണ് നമ്മൾ അതിനകത്ത് എടുക്കുന്നത്. എന്തായാലും മക്കള് 1.414 √2 ഈസ് ഈക്വൽ ടു 1.414, √3 ഈസ് ഈക്വൽ ടു 1.732. ഇത് രണ്ടും ഒരു കോളയിട്ട് എഴുതി വെക്കണം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1.5 മീറ്റേഴ്സ്, ഇറ്റ്സ് പെരിമീറ്റർ അപ് ടു സെന്റിമീറ്റർ. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 1.5 മീറ്ററും, ഇനി മറ്റൊന്നുകൂടി ഉണ്ട്, മറ്റൊരു വശം 0.5 മീറ്ററുമാണ്. അതായത് ഒരു മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് 1.5 മീറ്ററും മറ്റൊരു വശം 0.5 മീറ്ററുമാണ്. അതിന്റെ പെരിമീറ്റർ സെന്റിമീറ്റർ വരെ കൃത്യമായി കണക്കാക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് 1.5 മീറ്ററും വേറൊരു വശം 0.5 മീറ്ററുമാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ നമ്മോട് എങ്ങനെ ചോദിച്ചിരിക്കുന്നു? അതിൻ്റെ പെരിമീറ്റർ സെന്റിമീറ്റർ വരെ കൃത്യമായി കണക്കാക്കുക എന്നാണ് ചോദ്യം. നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. പൈതഗോറസ് തിയറം നമുക്കറിയാം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇത് നമുക്കറിയാം. അപ്പം നമ്മുടെ ഇക്വേഷനിൽ 1.5 സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് അറിയില്ല, നമുക്ക് ജസ്റ്റ് എച്ച് എന്ന് കൊടുക്കാം. അപ്പോൾ 1.5 സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ 1.5 എന്ന് പറയാൻ നമുക്കറിയാം. 1.5 എന്ന് പറഞ്ഞാൽ 2 + 1 3/2 ആണ്. അപ്പം നമുക്ക് 1.5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3/2 സ്ക്വയർ എന്ന് വരും. ഈസ് ഈക്വൽ ടു 1/2 സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഇങ്ങനെ നമുക്ക് കിട്ടും, എച്ച് സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇവിടുന്ന് നമുക്ക് ഈ 1/2 സ്ക്വയർ നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കാം. അപ്പം നമുക്ക് എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു 3/2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9/4 ആയി. ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 1/4 -1/4. 1/2ന്റെ സ്ക്വയർ
1/4 വരും. 3/2ന്റെ സ്ക്വയർ 9/4 വരും. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു 9 - 1/4 ഈസ് ഈക്വൽ ടു 8/4 അല്ലെങ്കിൽ 2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടുന്നത് h² ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടിയാൽ h ഈസ് ഈക്വൽ ടു √2. അപ്പൊ ഈ സൈഡ് നമുക്ക് √2 എന്നാണ് കിട്ടിയത്. എച്ചിന് √2 എന്ന് കിട്ടും. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? പെരിമീറ്റർ ആണ് ചോദിച്ചത്. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ABC സൈഡ് ആണെങ്കിൽ നമുക്ക് പെരിമീറ്റർ എത്രയാണ്? AB + BC + AC. അപ്പൊ ഇത് മൂന്നും കൂടി എങ്ങനെ ആഡ് ചെയ്യും? മൂന്നും കൂടി ആഡ് ചെയ്യുന്നത് ഒരാൾ ഹാഫ് ആണ്. ഹാഫിനെ നമ്മൾ 0.5 എന്ന് പറയും. മറ്റേ ആള് 3/2 ആണ്. അപ്പൊ 1.5 എന്ന് പറയും. മൂന്നാമത്തെ ആളുടെ സൈഡ് √2 ആണ്. നമ്മൾ √2നെ അപ്രോക്സിമേറ്റ് ആയിട്ട് 1.41 എന്നിടും. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1 4 + 5 + 4 9 + 5 14 3 3.41. അപ്പൊ നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് 3.41. ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചത്? ക്വസ്റ്റ്യനിൽ ചോദിച്ചത് കാൽക്കുലേറ്റ് ഇറ്റ്സ് പെരിമീറ്റർ അപ് ടു എ സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ വരെയുള്ള നമുക്ക് പെരിമീറ്റർ ആണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് 3.41 എന്ന് നമുക്ക് ആൻസർ കിട്ടും.